എന്താ അങ്ങനെ പറഞ്ഞാല്? അല്ലാഹുവിന്റെ അമ്രാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഹ് എന്ന് പറഞ്ഞ സാധനത്തിനെ കാണിച്ചു തരുമോ? കാണാനുള്ള വകുപ്പുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ പോകുമ്പോ പിടിച്ചു വെക്കാമായിരുന്നു. അത് കാണാൻ പറ്റുന്ന കണ്ണട ഏതാ മുസ്ലിയാരെ? കോടികൾ കൊടുത്തു വാങ്ങാൻ മുതലാളിമാരുണ്ട്. പക്ഷേ മൂപ്പര് പോകുമ്പോൾ കാണാനോ പിടിക്കാനോ തൊടാനോ തൊട്ടു നോക്കാനോ രുചിച്ചറിയാനോ കേട്ടറിയാനോ മനുഷ്യന് കഴിവില്ലേ? ഇല്ല. അതിന്റെ പേരാണ് റൂഹ്. അല്ലേ? റൂഹ് എന്ന് പറഞ്ഞാല് കാണാനും പറ്റൂല, തൊടാനും പറ്റൂല, രുചിക്കാനും പറ്റൂല. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച ഒരു സംഗതി അത് അതിനോട് നടക്കൂല. അതിന്റെ പേരാണ് റൂഹ്. അതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ അമ്രാണ് എന്ന് പറഞ്ഞു നബിയേ. അതെങ്ങനെ? എത്ര തടി ഉണ്ടാവും മുസ്ലിയാരെ? ഒരു ആനേന്റെ വലിപ്പം ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തിൽ കൊള്ളുമായിരുന്നില്ല. കൊള്ളുവോ? ഇല്ല. എന്റെ ശരീരത്തിൽ റൂഹുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ ഞാൻ എന്റെ മൈക്ക് അല്പം പൊക്കി. അപ്പൊ ചിലർക്ക് തോന്നുകയാണ് ഇയാളിതെന്തിനാണ് ഈ പൊക്കുന്നത്, ഇതിനാളില്ലേ? ഞാനത് കാത്തുനിന്നാ കുറെ സമയം പോകും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട്, പടച്ചോനെ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ. ഇന്നലെയും വയലിന് വേണ്ടി ഞാൻ തന്നെയാണ് മൈക്ക് പൊക്കിയത്, മെനഞ്ഞാന്നും ഞാനാ പൊക്കിയത്. എവിടെ പോയാലും എന്റെ പരിപാടി ഇത് തന്നെ. ഞാൻ അല്പം നീളം കൂടിപ്പോയതിന്റെ പേരിലാണല്ലോ എനിക്ക് ഗതികേട് ഉണ്ടായത് എന്ന് ചിന്തിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകൂല. അതേ സ്ഥാനത്ത് മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പൊക്കുമ്പോ വിചാരിക്കുകയാണ്, എന്നെ എത്ര ബേക്കെന്ന് നോക്കിയാലും കാണുമല്ലോ, അൽഹംദുലില്ലാഹ്. എന്തൊരു സമാധാനാണ് അല്ലേ? അങ്ങനെ ചിന്തിച്ചാ മനസ്സിന് നല്ല റാഹത്താണ്. ചെറിയൊരാള്, അയാൾ എനിക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് സദേ നന്ദി പറയാൻ വന്നതാണ്. നോക്കുമ്പോൾ മൂപ്പറ നെഞ്ഞത്ത് കൂടി എത്തിയിട്ടില്ല. തലയും കഴിഞ്ഞ് എത്രയോ കിലോമീറ്റർ മൈക്കിലേക്ക് പോകാനുണ്ട്. അപ്പൊ അയാൾ വിചാരിക്കും, പഠിച്ചോനെ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത്ര ചെറിയവനായിപ്പോയല്ലോ എന്ന് വിചാരിച്ച അയാൾക്കും സമാധാനം ഉണ്ടാകില്ല. അതേ സ്ഥാനത്ത് അയാള്, ഞാൻ ഇയാളെ പോലെ ഇങ്ങനെ പീറ്റത്തെങ്ങുമ്പോൾ നോക്കുമ്പോൾ ആരും നോക്കണ്ടല്ലോ, അൽഹംദുലില്ലാ ഞാൻ ഒത്ത നീളാണല്ലോ എന്ന് അയാൾ സമാധാനിച്ചാൽ അയാൾക്ക് സമാധാനം ഉണ്ടാകും. ഞാൻ ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് നീളമുള്ളത് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കും സമാധാനം ഉണ്ടാകും. ഇങ്ങനെ സമാധാനത്തിന്റെ വകുപ്പുകളാണ് നമ്മൾ തേടേണ്ടത്. കിട്ടാത്തതിനെ കുറിച്ച് കുറെ ചിന്തിച്ചാലോചിച്ച് സമയം കളയുന്ന വിവരം കെട്ടവരാകരുത്. നിങ്ങളെ കായംകുളത്തൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ചില ആളുകളുണ്ട്, ചെരുപ്പ് വാങ്ങുമ്പോ അവരെ കാലിന്റെ 2 ഇരട്ടി വലിപ്പം വേണം, ഹീല് നല്ലോണം വേണം. അതെന്തിനാ? മറ്റുള്ളവരൊക്കെ ഞാൻ അത്യാവശ്യം നീളണ്ട് എന്ന് തോന്നിക്കോട്ടെ എന്നാ. എന്തിനാണ് ഇത് ചവിട്ടിയിട്ട് കാലിന് അസുഖം വരുത്തുന്നത്? എന്തിനാകത്ത് അത് ചവിട്ടിയിട്ട് ശരിയായ നിലക്ക് നടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ജനങ്ങളെ മുമ്പിൽ നീളം കാണിക്കാനാ? എന്തുണ്ടാകാനാണ് ഇതുകൊണ്ട്? നീളം കൂടുതലുണ്ട് എന്ന് കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ചിലരുണ്ട് അതുപോലെ നീളം കൂടുതലാണ് എന്ന് പേടിച്ചിട്ട് എല്ലാ ചെരുപ്പും പറ്റൂല, മടമ്പിന്റെ ഭാഗം തീരെ ചെറുതായിരിക്കണം, കാരണം പരമാവധി ഞാൻ തന്നെ നീളാണ്. ചെരുപ്പും കൂടി നീളായാ പിന്നെ എന്താകൂന്ന് പേടിച്ചിട്ട് ചെരുപ്പ് വാങ്ങുമ്പോൾ വല്ലാതെ പേടിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊന്നല്ല ജീവിക്കേണ്ടത്. ജീവിക്കുന്ന കാലത്ത് മുഅ്മിനാണോ എന്നും ഹാപ്പി ലൈഫ് തന്നെ. എവിടെയും ടെൻഷൻ പറയാനില്ല, ബേജാറ് പറയാനില്ല, സന്തോഷം കിട്ടിയാൽ കിബറും പറയാനില്ല. ഇതല്ലേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. എന്ത് സന്തോഷം വന്നാലും എന്റെ പവറാണ് എന്ന് മുഅ്മിന് പറയൂല. പറയോ അൽഹംദുലില്ലാ അബി എന്ന് പറയോ? എന്റെ വാപ്പാക്കാണ് സർവസ്തുതി എന്ന് പറയോ? ഇല്ല. അൽഹംദുലില്ലാ ഉമ്മി, എന്റെ ഉമ്മാന്റെ ജ്യൂസാണ്, ഉമ്മാക്കാണ് സർവസ്തുതിയും. ഇല്ല. ആര് എന്ത് തന്നെ ത്യാഗം സഹിച്ചുണ്ടാക്കിയതാണെങ്കിലും എത്ര തന്നെ പുരോഗതിയിൽ എത്തിച്ചതാണെങ്കിലും എല്ലാറ്റിനും സ്തുതിക്കർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് ആ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് ഏത് സമയത്തും അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിനാണ് സർവസ്തുതിയും. ഇനി എന്തെങ്കിലും വിഷമം വന്നാലോ, വൈദാ സ്വാബത്തും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ ഇല്ലാത്ത ജീവിതം എനിക്കുണ്ടോ? അവനില്ലാത്ത ജീവിതം എനിക്കുണ്ടോ? അങ്ങനെ ഒരു ജീവിതം എന്നെ കൊണ്ട് പറ്റുമോ? ഇങ്ങനെയുള്ള ചിന്തയൊന്നും മുഅ്മിനിനില്ല. അവന് പറയാനുള്ളത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം റബ്ബിലേക്ക് മടക്കപ്പെടാനുള്ളത് തന്നെ. ഒന്നും നിലനിൽക്കുന്നതായി പറയാൻ ലോകത്തൊന്നുമേ ഇല്ല.
ഇന്ന് മകനാണോ മരിച്ചത്, നാളെ വാപ്പയാണ്, മറ്റന്നാള് ഉമ്മയാണ്, പിറ്റേ ദിവസം മകളാണ്, ജ്യേഷ്ഠത്തിയാണ്, അനുജത്തിയാണ്. വ്യത്യസ്ത ദിവസങ്ങളിലാണ്. ചിലർക്കോ ഒന്നിച്ചുള്ള യാത്രയാണ്. റബ്ബ് കണക്കാക്കിയത് എങ്ങനെയാണോ അത് സംതൃപ്തിയോടെ സ്വീകരിക്കാനല്ലാതെ മനുഷ്യന് നിർവാഹമില്ല. ഏത് സമയത്തും അവൻ ഹാപ്പി തന്നെ. എന്റെ റബ്ബെനിക്ക് എന്ത് തന്നാലും ഞാൻ സന്തുഷ്ടവാൻ തന്നെ. എന്റെ റബ്ബെനിക്ക് എന്ത് തടഞ്ഞാലും ഞാൻ സന്തുഷ്ടവാൻ തന്നെ. അവന്റെ അധികാരമാണല്ലോ. അല്ല മൊയ്ലിയാരെ, എന്റെ കഴിവ് കൊണ്ടല്ലേ ഞാൻ എന്റെ ജീവിതകാലത്തൊക്കെ നേടിയെടുത്തത്. അതും നിങ്ങൾ സമ്മതിക്കൂലേ? എന്റെ കഴിവ് കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. നമുക്ക് ചിലപ്പോ ഇങ്ങനെ തോന്നുകയാണ് എന്റെ കഴിവാണ്, എന്റെ ബുദ്ധിയാണ്, എന്റെ ചിന്തയാണ്. അല്ലേ? അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങളെ നാട്ടിൽ പ്രവാസികളുണ്ടോ? ഉണ്ടോ? പ്രയാസികളുണ്ടോ എന്നല്ല, പ്രവാസികളുണ്ടോ? ഉണ്ടോ? ഇല്ലേ? പ്രവാസി എന്ന് പറയൂലേ ഇവിടെ? പറയാ? പറയൂ. പ്രവാസികളില്ലേ ഇവിടെ? ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട് പ്രവാസികൾ ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്രവാസ ലോകത്തേക്ക് പോകുമ്പോ ആരെങ്കിലും പോവോ പഠിച്ചോനെ എങ്ങനെങ്കിലും ഒന്ന് പോയിട്ട് മുടിഞ്ഞിട്ട് വരണമായിരുന്നു എന്ന് വിചാരിച്ച് ആരെങ്കിലും പോവോ? ഇല്ല. എല്ലാരും പോയത് എവിടെ? എല്ലാരും പോയത് ഖലീജിലേക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലേക്ക്, അല്ലെ? വ്യത്യസ്ത കൺട്രികളിലേക്കാണ്. ദുബായിലേക്ക് പോയി നമ്മളെ കായംകുളത്തുനിന്ന് 3 ആളുകൾ ഒരേ ദിവസം ഒരേ ഫ്ലൈറ്റ്, അല്ലെ? ഒന്നിച്ച് കൂട്ടുകാരായി ഒരേ ഫ്ലൈറ്റിൽ ഒരേ യാത്ര ഒന്നിച്ചു പോയി ദുബായിൽ ഇറങ്ങി. തിരിച്ചു വരുമ്പോ ഒരാള് മുതലാളി, ഒരാൾ അയാളെ ജോലിക്കാരൻ, മറ്റയാളെ വേലക്കാരൻ. എന്തേ? പോയത് ഫ്ലൈറ്റ് മാറിപ്പോയിട്ടാ? 3 ആളെ ഫ്ലൈറ്റും ചോറില്ലാത്തത് കൊണ്ടാ. ആദ്യം പോയ ആളെ ഫ്ലൈറ്റ് ഭയങ്കര ചോറായിരുന്നു, അതാണോ പ്രശ്നം? അല്ല. രണ്ടാമതാള് പോയ ഫ്ലൈറ്റിന്റെ ചാർജ് കുറച്ച് കുറവായിരുന്നു, അതാണോ പ്രശ്നം? അല്ല. മൂന്നാമത്തെ ആള് പോയത് ഫ്ലൈറ്റിന് തീരെ പൈസ കൊടുക്കണ്ട, അതുകൊണ്ടാ പ്രശ്നം? ഒന്നുമല്ല. അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. 3 ആളും പോയത് അവിടെ പോയിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരാൾക്ക് അള്ളാഹ് കൊടുത്തു, ഒരാൾക്ക് കൊടുക്കാതിരുന്നു, മറ്റൊരാളെ വല്ലാതെ പ്രയാസപ്പെടുത്തി. 3 രൂപത്തിലും അള്ളാഹു തിരിച്ചയച്ചു. എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? മൊയ്ലിയാരെ, അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാം അങ്ങനെ തന്നെയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രവർത്തിക്കാനേ കഴിയൂ. ചെയ്തു തരേണ്ടവൻ ലോകസിട്ടാവായ അല്ലാഹ്, അല്ലേ? ലോകസിട്ടാവായ റബ്ബ്. ഡോക്ടർക്ക് തലവേദനയാണ്, ഡോക്ടർ ഗുളിക എടുത്ത് കഴിച്ചു. ഏത് ഗുളിക? ഇന്നലെയും മെനഞ്ഞാന്നും ഇന്ന് രാവിലെയും തലവേദനയാണ് എന്ന് പറഞ്ഞ് രോഗികൾ വന്നപ്പോൾ അവർക്ക് എഴുതി കൊടുത്ത ഗുളിക, അതേ ഗുളിക ഡോക്ടർ എടുത്ത് കഴിച്ചു. ഡോക്ടർക്ക് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയത് എന്ന് കൃത്യമായി അറിയാം, അല്ലേ? ഗുളികയിൽ എന്തൊക്കെയാണ് അടങ്ങിയെന്ന് കൃത്യമായി അറിയാം. അതിന്റെ ഗുണവും അറിയാം, ദോഷവും അറിയാം, ഒക്കെ അറിയാം. ഡോക്ടർ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഗുളിക നോക്കിയിട്ടാ രോഗികൾക്ക് എഴുതാറുള്ളത്. അവിടെ രോഗികൾക്ക് എഴുതിയാതെ മരുന്ന് തന്നെ ഡോക്ടർ എടുത്ത് കഴിച്ചു. ഡോക്ടർ കഴിച്ചപ്പോൾ ഡോക്ടർക്ക് രോഗം മാറിയില്ല. അതേ സ്ഥാനത്ത് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ എഴുതി കൊടുത്തിട്ട് നാട്ടുകാർ മുഴുവനും പറയുന്നത് നല്ല ഫലാണ്, നല്ല ഫലമുള്ള ചികിത്സയാണ്. ആള് പുതിയ ഡോക്ടറാണെങ്കിലും മരുന്ന് കുഴപ്പമില്ല, എഴുതാൻ അറിയുന്നവനാണ്. സ്വന്തം തലവേദന വന്നപ്പോൾ അതിലെന്തൊക്കെയാ അടങ്ങിയത് എന്നൊക്കെ അറിഞ്ഞിട്ടാ കഴിച്ചത്. പക്ഷെ മൂപ്പർക്ക് മാറ്റില്ല. അതേ സ്ഥാനത്ത് രോഗിയായി വന്നിട്ട് ചികിത്സ തേടിയ പാവപ്പെട്ട ഉപ്പാപ്പയും ഉമ്മാമയും നാട്ടുകാരുണ്ട്. അവര് ഫീസ് കൊടുത്തിട്ടാണ്, ഇയാൾക്ക് ഫീസ് കൊടുത്തിട്ടാണ് മരുന്ന് വാങ്ങിയത്. ഇയാളെ അടിയുറച്ച് വിശ്വസിച്ചു, ഞാൻ ഫീസ് കൊടുത്താ ഇയാള് വഞ്ചിക്കൂല, ഇതിലുള്ള മരുന്ന് കൃത്യമായിരിക്കും, ഇതിലുള്ള ആവശ്യമുള്ളതേ ഇതിലുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിച്ച് കഴിച്ചതാണ്. ഗുളികന്റെ പിറകിൽ എന്താ എഴുതിയത് എന്ന് വായിച്ചിട്ടില്ല, അതിൽ സോഡിയം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല, അതിൽ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്തതുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഇത് കുടിച്ചിട്ട് എനിക്ക് ഭ്രാന്താകുമോ എന്ന് ബേജാറായിട്ടില്ല. കാരണം ഇതിലെന്താ ഉള്ളത് എന്ന് പോലും അയാൾ ആലോചിച്ചിട്ടില്ല. ഡോക്ടറെ വിശ്വസിച്ച് വാങ്ങിയിട്ട് കഴിച്ചതാണ്. രോഗിയുടെ രോഗം മാറിപ്പോയി. എല്ലാം അറിഞ്ഞിട്ട് എഴുതി കൊടുത്ത ഡോക്ടർ ഫീസ് കൊടുക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചതാണ്. കമ്പനിക്കാരൻ കൊണ്ടക്കൊടുത്ത ഗുളിക എടുത്ത് കഴിച്ചതാണ്. ഡോക്ടറെ രോഗം മാറിയില്ല. എന്തേ മാറാത്തത്?
ഗുളിക കഴിക്കാത്തത് കൊണ്ടാണോ? അല്ല. സമയം തെറ്റിയത് കൊണ്ടാണോ? അല്ല. ഫീസ് അടക്കാത്തത് കൊണ്ടാണോ? അല്ല. ഗുളിക ഫ്രീ കിട്ടിയത് കൊണ്ടാണോ? അല്ല. എന്റെ ഡോക്ടറെ രോഗം മാറാത്തത്? രോഗം മാറ്റുന്നവൻ ഗുളികയല്ല, രോഗം മാറ്റുന്നവൻ ഡോക്ടറല്ല, രോഗം മാറ്റുന്നവൻ ഡോക്ടറെ ഷീട്ടല്ല. പിന്നെ എങ്ങനെയാ മുസ്ലിയാരെ രോഗം മാറല്? അത് ലോകസിട്ടാവായ റബ്ബിന്റെ അധികാരമാണ്. ചിലർക്ക് മാറും, ചിലർക്ക് മാറൂല. ചെറിയ കുട്ടിയുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ മുമ്പ് അല്ലെ? ചിലത് ശരിയാകും, ചിലത് ശരിയാകൂല. ആര് ശരിയാക്കി തരണം? സിട്ടാവായ റബ്ബ് ശരിയാക്കി തരണം. എന്റെ കഴിവ് കൊണ്ട് ഞാനങ്ങ് നേടൂന്ന് പറയാൻ കഴിയുന്നവനില്ലേ? ഇല്ല. പറയാനേ കഴിയൂ, നേടിയെടുക്കാൻ കഴിയുന്നവരില്ല. എന്തിനാ ലോകത്തെ ഇങ്ങനെ സൃഷ്ടിച്ചത്? റബ്ബ് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. ഇതിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ട്. അവൻ ഖാലിഖായ റബ്ബാണ്. അവൻ ഇത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഇവിടെ ഒരു സെക്കൻഡും കഴിഞ്ഞു പോകുന്നില്ല. ഓരോ സെക്കൻഡും അവന്റെ നിയന്ത്രണത്തിലാണ്. ആ റബ്ബ് നമ്മളെ പോലെ ആയാ പറ്റുമോ? കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ട് കണ്ണട വെക്കുന്ന പടച്ചോനായാ പറ്റുമോ? പറ്റുമോ? പടച്ചോന് എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ ലെൻസുള്ള കണ്ണട വേണമെന്ന് ചോദിക്കുന്ന പടച്ചോനായാ പറ്റുമോ? പറ്റൂല. കാതിന്റെ കേൾവി പ്രായമാകുമ്പോൾ കുറയുന്ന പടച്ചവനായാൽ അവൻ പ്രാർത്ഥനക്ക് പറ്റൂല. പറ്റുമോ? കാതിന്റെ കേൾവിക്ക് തകരാറ് വരുന്ന ഡോക്ടർ അയാളോട് ദ്വാരുന്ന പിന്നെ ഇജാബത്ത് ഉണ്ടാകുമോ? കാരണം അയാളെ കേൾവിക്ക് തകരാറ് വന്നത് അയാൾ തന്നെ അറിയില്ല അല്ലേ? അങ്ങനെയല്ലേ? സംസാരം കേൾക്കാൻ കഴിവില്ലാത്തവന്റെ പിന്നിൽ പോയിട്ട് എന്തോ സംസാരിച്ച അയാൾ അറിയോ? അയാൾ അറിയൂല. ഇപ്പൊ പഠിച്ചവൻ എങ്ങനെയാകണം? പിന്നിൽ നിന്ന് പറഞ്ഞാലും കേൾക്കണം, മുന്നിൽ നിന്ന് പറഞ്ഞാലും കേൾക്കണം, താഴെ നിന്ന് പറഞ്ഞാലും കേൾക്കണം, മേലെ നിന്ന് പറഞ്ഞാലും കേൾക്കണം, എവിടെ വെച്ച് പറഞ്ഞാലും കേൾക്കണം, പരിധിയില്ലാതെ കേൾക്കണം, അറ്റമില്ലാതെ കേൾക്കണം. ആ റബ്ബാണ് അല്ലാഹ്. വെള്ളപ്പൊക്കം വരുമ്പോ ഞാൻ ആദ്യം എന്റെ കുടുംബം എന്നേക്ക് ഒന്ന് രക്ഷിച്ചിട്ട് നിങ്ങളൊക്കെ ഞാൻ രക്ഷിച്ചു തരാന്ന് പറഞ്ഞ പഠിച്ചവനായാ പറ്റുമോ? ഞാൻ എന്റെ തടി എങ്ങനെ രക്ഷിക്കുന്നുള്ള ബേജാറില്ല. എന്നെയാ നീ വിളിച്ചിട്ട് ദ്വാരക്കുന്നത് എന്ന് ചോദിക്കുന്ന പഠിച്ചവനായാ പറ്റൂല. പഠിച്ചവൻ പിന്നെ എങ്ങനെയാകണം? അവൻ വെള്ളപ്പൊക്കം ബാധിക്കാത്തവനാകണം. അതുകൊണ്ട് ആ റബ്ബിന് സ്ഥലമില്ലാത്തവനാണ്, സ്ഥലകാലതീതനാണ് അല്ലാഹ്. സമയത്തിന് പരിധിയില്ലാത്തവനാണ് അല്ലാഹ്. അവന് 24 മണിക്കൂറില്ല. അവന് നമ്മൾ പറയുന്ന ഇത്തരം ഒരു പ്രയോഗങ്ങളുമില്ല, ദിവസങ്ങളുമില്ല, തുടക്കവുമില്ല, അറ്റവുമില്ല. അവനാണ് അല്ലാഹ്. ദ്വാരക്കാ നോക്കുമ്പോഴാ അറിയുന്നത് പഠിച്ചോൻ ഖബറിലാണ്. അങ്ങനത്തെ പഠിച്ചോനാ പറ്റുമോ? പറ്റുമോ? ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിന്ന് നോക്കുമ്പോ പഠിച്ചോനെ കാണുന്നില്ല. അങ്ങനെയായ അവൻ പഠിച്ചോനാകാൻ പറ്റുമോ? അവൻ പഠിച്ചോനാകാൻ പറ്റൂല. പിന്നെ പടച്ചവൻ ആരാകണം? അവൻ തുടക്കമില്ലാത്തവനാകണം, അറ്റമില്ലാത്തവനാകണം. അവൻ ഏത് സമയത്തും ചോദിച്ചാൽ ഉത്തരം തരാൻ കഴിവുള്ളവനാകണം. അതാ ഖുർആൻ പറഞ്ഞത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ എന്നും ജീവിക്കുന്നവനാണ്, പരിധിയില്ലാത്തവനാണ്. അതേ രാത്രിയിൽ കരഞ്ഞുതായിരുന്നു. രാവിലെ പഠിച്ചവനോട് ചോദിച്ചു, അല്ല പഠിച്ചവൻ ഇന്നലെ രാത്രി ഞാൻ എത്രയാ കരഞ്ഞത്? ഞാൻ ഉറങ്ങിപ്പോയതാ. അങ്ങനെ തോന്നാൻ പഠിച്ചവനാവാൻ പറ്റുമോ? ഞാൻ ഉറങ്ങിപ്പോയതാന്ന് പറയുന്നത് ദ്വാരക്കുമ്പോ ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നു പഠിച്ചവനാകാൻ പറ്റൂല. പിന്നെ പഠിച്ചവൻ ആരാകണം? അവൻ ഏത് സമയത്തും കേൾക്കുന്നവനാകണം. അതുകൊണ്ടാ അല്ലാഹു ഖുർആനിൽ എന്നോട് നിങ്ങളോട് പറഞ്ഞത്, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നോട് ചോദിച്ചോ, ഞാൻ ഉത്തരം തരാം. അപ്പൊ ചില ആളുകൾക്ക് ഒരു ചോദ്യം, ആരാ മുസ്ലിയാരെ ഇവിടെ നല്ല പൈസ വേണമെന്ന് ദ്വാരക്കാത്തത്? എല്ലാവർക്കും കിട്ടിയില്ലല്ലോ. നീ പറയുന്നത് പോലെ ഉത്തരം കൊടുക്കാന്നല്ല പറഞ്ഞത്. ഉദൂനി, നീ എന്നോട് ചോദിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ അവൻ ഉത്തരം ചെയ്യുന്നവനാണ്. എന്നെക്കാൾ എന്റെ ഖൈർ അറിയുന്ന, എന്നെക്കാൾ എന്റെ ജീവിതത്തെ അറിയുന്ന, എന്നെക്കാൾ എന്റെ ജീവിതം എങ്ങനെയാകണം എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന റബ്ബ്, ആ റബ്ബ് നിനക്ക് ഖൈറായത് തരും. അസാ അൻ തകൂനു ഖൈറുൽ ലക്കും, നിങ്ങൾ ചിലപ്പം വിചാരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഖൈറാണ്, പക്ഷേ അത് നിങ്ങൾക്ക് ശർറാണ്. ചിലപ്പോ നിങ്ങൾ കരുതും അത് നിങ്ങൾക്ക് ഭയങ്കര ശർറാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ
നിങ്ങളെ വിചാരങ്ങൾ വെറും വിചാരങ്ങളാണ്. അത് ഉറപ്പിച്ച് പറയാൻ നിനക്കധികാരമില്ല, എനിക്കധികാരമില്ല. ഉറപ്പ് പറയാൻ കഴിയുന്നവനാരേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബാണ് യഥാർത്ഥത്തിലുള്ള പടച്ചവൻ, ശരിയായ ഖാലിഖ്. ആ അള്ളാനെ കാണണമെന്നാ ചിലർ പറയുന്നത്. കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണാത്തതുണ്ട് ലോകത്തതാ ഞാൻ ചോദിച്ചത്. റൂഹ് എന്ന് പറയുന്ന സാധനത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്ക് അല്ലേ. വലിയ തടിയും വലുപ്പുള്ള എനിക്കുണ്ട് റൂഹ് അല്ലേ. 1 വയസ്സുള്ള എന്റെ ചെറിയ മോക്കുണ്ട് റൂഹ് അല്ലേ. ഇല്ലേ? ഉണ്ട്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പറ്റി തരട്ടെ. എന്നാൽ മനുഷ്യന്റെ വലുപ്പല്ല, മനുഷ്യന്റെ കൈയിന്റെ വിരലിന്റെ വലുപ്പം പോലും ഇല്ലാത്ത എന്തൊക്കെ ജീവികളുണ്ട്, അതിനുണ്ട് റൂഹ് അല്ലെ. കൂറ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയാ? കാറ് എന്നാ പറയാ. അല്ല, കൂറയില്ലേ, കൂറ. അതിനെന്താ പറയാ? പേടോ പേനോ? അത് തലയിലുള്ള സാധനമാണ്. കൂറ എന്ന് പറഞ്ഞാൽ ചുവന്നൊരു ജീവിയുണ്ട്, പാറ്റ. അതിന്റെ വേറൊരു നല്ല മോഡലാക്കി ഇറക്കിയ സാധന കൂറ. ഞങ്ങളുടെ നാട്ടിൽ കൂറ എന്താ പറയാ, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ചുവന്ന കളറാണ് ഉണ്ടാകുക. ഇവിടെ തന്നെ പറയാ പാറ്റാന്നോ? ആയിക്കോട്ടെ, പാറ്റ. ആ ചുവന്ന കളറുള്ള പാറ്റ. മൂപ്പർക്ക് എത്ര വലുപ്പുണ്ട്? വളരെ ചെറിയ സാധന അല്ലേ. നമ്മളെ വിരലുകൊണ്ടൊരു ചൊട്ട് വെച്ചു കൊടുത്താൽ മൂപ്പര റൂഹങ്ങ് പോകും. ഒരൊറ്റ ചൊട്ട് വേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ചൊട്ടിയാൽ മൂപ്പര റൂഹ് പോയി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൂപ്പര സത്ത് പോയി. അതാ സത്തു എന്ന് പറഞ്ഞാല്. സത്തു എന്ന് പറഞ്ഞാൽ സത്ത് പോയി എന്ന് പറഞ്ഞാൽ റൂഹ് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിപ്പോ കാണുന്നൊരു ജീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം പേടിച്ചു കുറച്ചൊരു ജീവി ഇല്ലായിരുന്നോ? ഏതാ വലിയരെ? ആനയാ? അല്ല. സിംഹ? അല്ല. കൊറോണ അല്ലേ? കണ്ടിട്ടുണ്ടോ മൂപ്പരെ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കാ. കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കണ്ടിട്ടില്ല. എന്ത് മനുഷ്യന്മാരാ! 2 കൊല്ലങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളാരും കണ്ടില്ലേ? ഇല്ല, ആരും കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? നിന്റെ കണ്ണുകൊണ്ട് കാണാൻ, സാധാരണ കാഴ്ചയിൽ ആ ജീവിയെ കാണാൻ നിനക്ക് പറ്റൂല എന്നാ പറയുന്നത്. പിന്നെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് വേണം കാണണമെങ്കിൽ. ശരിയായ കാഴ്ചയിൽ, നിന്റെ സാധാരണ കാഴ്ചയിൽ അതിനെ കാണാൻ കഴിയൂല. എന്നാ ഞാൻ ചോദിക്കുന്നത്, ഈ മൂപ്പർക്ക് ജീവനുണ്ടോ? ആ, ഉണ്ട്. കാണാൻ പറ്റാത്ത ഈ ജീവിയിൽ റൂഹുണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ടല്ലേ 2 കുത്തിയിട്ടും പോരാ, 3ാമത്തെ കുത്തണം എന്നാ ഗവൺമെന്റ് പറയുന്നത് അല്ലേ. അവ എല്ലാരും പോയി കൈവച്ചു കൊടുത്തില്ലേ. അപ്പൊ ചിലർക്ക് സംശയം, ഇതുണ്ടോ അല്ലെ. ഇപ്പോഴും ചിലർക്ക് സംശയം തീർന്നിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ചിലര് പറഞ്ഞു ഇല്ല. അപ്പം കൊറോണ പിടിച്ച ചങ്ങായി പറയാണ്, എനിക്കത് മനസ്സിലാവൂല, എന്റെ തൊണ്ടേ പിന്നെ ആരാ കയറി? എന്റെ വാപ്പയാ. ഞാനല്ലേ അത് അനുഭവിച്ചു, പിന്നെ എങ്ങനെ ഇല്ലാന്ന് പറയാ? ഞാൻ അനുഭവിച്ചിട്ടില്ലേ? അനുഭവിച്ചിട്ട് എന്റെ തൊണ്ട ഇനി എന്താ ആക്കിയത് എന്ന് പോലും എനിക്കറിയില്ല. അക്കോലത്തിലാക്കിയിട്ടുണ്ട് 2 ദിവസം. എന്റെ തൊണ്ട എന്താ ആയത് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ടില്ല എന്ന് പറയാ ഞാൻ അനുവദിക്കൂല. ഇതൊന്നും തർക്കെടുത്തിട്ട് ആരും അപ്പുറം ഇപ്പുറം കുത്തിയിട്ട് എന്നെ വിളിക്കരുത്. വല്ലാത്തൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിന് വില കൽപ്പിക്കാത്ത ലോകത്താ നമ്മളെ ജീവിതം. അല്ലാഹു നമുക്കെല്ലാ മേഖലയിലും ഹിഫ്ദ് നൽകട്ടെ. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, കാണാൻ പറ്റാത്ത ഈ ജീവിയിലും ജീവനുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ മൂപ്പരെങ്ങനെയായിരിക്കും? കാണാൻ പോലും പറ്റാത്ത ജീവിയിലുള്ള ഒരു സാധനമാണ് റൂഹ് എന്നാ പറയുന്നത്. ആ റൂഹ് എങ്ങനെയായിരിക്കും? അല്ലാഹ് പറഞ്ഞത്, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ അമ്രാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വിലയിരുത്താനൊന്നും കഴിയൂല. നിങ്ങൾ വിചാരിച്ചതുപോലെ വിലയിരുത്താൻ പറ്റുന്നൊരു സാധനമല്ല. അത് ലോകസിട്ടാമായ റബ്ബിന്റെ അമ്രാണ്. ആ അമ്രിനെ നിനക്ക് തീരുമാനിക്കാൻ കഴിയൂല. വളരെ ചെറിയ കാണാൻ പറ്റാത്ത ജീവിയിലുണ്ട്. കണ്ണിലെത്തിപ്പെടാൻ കഴിയാത്ത അമീബയിൽ പോലും ആ ജീവനുണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് ആ കൊല്ലാൻ വേണ്ടി ശരീരത്തിലേക്ക് കൊണ്ടുപോയി മരുന്നടിച്ചത്, ആന്റിബയോട്ടിക് കയറ്റിയത്, പല മരുന്നുകളും ശരീരത്തിലേക്ക് എത്തിച്ചത് അതിനോട് മത്സരിച്ച് തോൽപ്പിക്കാനാ. ഇല്ലാന്ന് പറയാൻ നിർവാഹമുണ്ടോ? ഇല്ലാന്ന് പറയാൻ നിർവാഹമുണ്ടോ? ഇല്ലാന്ന് പറയാൻ നിർവാഹമുണ്ടോ? ചത്ത സാധന നീ അങ്ങനെ കൊണ്ടുപോയി മറവ്യണം. എല്ലാ ചത്തിട്ടില്ല. ചത്തിട്ടുണ്ടെങ്കിൽ നീ സത്ത് പോയിട്ടുണ്ടെങ്കിൽ, റൂഹില്ലാത്തവനാണെങ്കിൽ മറവ്യേണ്ടതാണ്. ഭൂമിയിൽ ജീവിതം ഉണ്ടാകൂല. ജീവൻ ഉണ്ടാകുമ്പോഴാ നിനക്ക് റൂഹുണ്ട് എന്ന് പറയുന്നത്. റൂഹിനെ കണ്ടോ? ഇല്ല. അതുകൊണ്ട് റൂഹില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. കാണാത്തത് കൊണ്ട് മാത്രം അല്ലാഹ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചേക്കരുത്. ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം,
എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം, എന്റെ കണ്ണുകൾക്ക് കാണാനുള്ള കഴിവില്ല എന്ന് പറയാം. അതേ സ്ഥാനത്ത് മുഅ്മിനേ കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ എനിക്കധികാരമില്ല, നമുക്കധികാരമില്ല. എനിക്കും നിനക്കും കാണാത്തത് കൊണ്ടില്ല എന്ന് പറയാൻ അധികാരമില്ല. ഇത് തന്നെയാ റബ്ബിനെ കുറിച്ചും പറയാനുള്ളത്. നീ എവിടെയാണെങ്കിലും നിന്നെ അവന് കാണാൻ കഴിയും. നീ ഏതൊളിത്താവളത്തിലേക്ക് പോയാലും അവന് നിന്നെ അറിയാൻ കഴിയും. അവന് നിന്നെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ കഴിയും. അത് തന്നെയാ അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറഞ്ഞത്. ഓ മോനെ, നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബാണ് അല്ലാഹ്.